കോഴിക്കോട് നിയമ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മൌസയുടെ മരണത്തിന് ശേഷം ഇയാൾ ഒളിവിലാണ്. സംസ്ഥാനം വിട്ടു എന്നാണ് പോലീസ് നിഗമനം. മൌസയുടെ ഫോണും കണ്ടെത്താനായിട്ടില്ല. MS അനീഷ് കുമാർ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ മൌസയുടെ മരണത്തിലെ ദുരൂഹത അതേപടി തുടരുകയാണ്. നല്ല മിടുക്കിയായ ഒരു കുട്ടി. എന്താണ് മൌസയ്ക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കുടുംബത്തിന് പോലും യാതൊരു വ്യക്തതയില്ല, സുഹൃത്തുക്കൾക്കുമില്ല. എന്തെങ്കിലും വിവരം കിട്ടേണ്ടത് ആ ഫോണിൽ നിന്നാണ്. പക്ഷേ അതെവിടെയെന്ന് അറിയുകയുമില്ല. പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലാണോ? ഈ ആൺ സുഹൃത്തിനെ പറ്റി എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ശ്രീജ, മൌസയുടെ മരണം നടന്ന അന്നത്തെ ദിവസം തന്നെ ഈ കൂട്ടുകാരികളായ ആളുകൾ ഈ പോലീസിന് ഈ യുവാവിനെ കുറിച്ച് കോഴിക്കോട് കോവൂർ സ്വദേശിയായ സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഇയാൾ മൌസയുടെ ഫോൺ എടുത്തുകൊണ്ടുപോയി എന്നതും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട്ടിൽ പോയി പരിശോധന നടത്തിയെങ്കിലും സ്ഥലത്തില്ല എന്ന മറുപടിയാണ് വീട്ടുകാരിൽ നിന്ന് നൽകിയത്. പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിന് പുറത്തേക്ക് ഇയാൾ പോയി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാടൊക്കെ കേന്ദ്രീകരിച്ച് ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമായി നടത്തുന്നു. ബംഗളൂരുവിലും ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ചൊക്കെ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തായാലും കഴിഞ്ഞ നവംബർ മാസമൊക്കെ മുതലാണ് ഈ മൌസയുമായി ഇയാൾ അടുത്തു നിന്ന് കൂട്ടുകാർ പറയുന്നു. കാരണം അതുവരെ വളരെ സജീവമായി കുട്ടികളുമായി ഇടപഴകി സുഹൃത്തുക്കളുമായൊക്കെ സമയം ചെലവഴിക്കുന്ന ഒരു ആളായിരുന്നു മൌസ. പക്ഷേ ഈ യുവാവ് ജീവിതത്തിലേക്ക് വന്ന ശേഷം പിന്നീട് തീരെ ഇടപെടലുകൾ കുറച്ചു, സുഹൃത്തുക്കളുമായുള്ള ആശയവിനിമയങ്ങൾ കുറച്ചു. ഈ ഒരു യുവാവിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ യുവാവ് ഇത്തരത്തിൽ ഈ മറ്റു ആളുകളുമായി ഇടപഴകരുത്, ഫോണിൽ വിളിക്കരുത്, ചാറ്റ് ചെയ്യരുത്, ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഒരു ടോക്സിക് ബന്ധമായിരുന്നു എന്ന് ഈ യുവതി തന്നെ പിന്നീട് സുഹൃത്തുക്കളോട് പറഞ്ഞതായി പോലീസിന് മൊഴി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഈ യുവാവ് ഈ കുട്ടിയുടെ മൌസയുടെ വീട്ടിലേക്ക് തൃശ്ശൂരിലേക്ക് വിളിച്ചിരുന്നു. അന്ന് പറഞ്ഞത് താനും മൌസയുമായി അടുപ്പത്തിലാണ്, തനിക്ക് ഭാര്യയും കുട്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മൌസയെ താൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, അതിനുള്ള ഒരുക്കങ്ങളിലാണ് എന്നൊക്കെ രീതിയിലുള്ള സംസാരിച്ചു. അത്തരത്തിൽ 22 മിനിറ്റാണ് മൌസയുടെ അമ്മയുമായി ഇയാൾ സംസാരിച്ചത്. ഇതിനുശേഷം ഈ അമ്മയുമായി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും അത് മൌസയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തനിക്ക് ഇത്തരത്തിലുള്ളൊരു അടുപ്പമോ സൗഹൃദമോ ഉള്ള കാര്യം വീട്ടിൽ മൌസ അറിയിച്ചിരുന്നില്ല. ഒപ്പം ഇയാൾ വിവാഹിതനാണെന്നും കുട്ടികളുണ്ട് എന്നുമൊക്കെ ഉള്ളത് മൌസയെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവുമായിരുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വലിയ വാക്കേറ്റമൊക്കെ ഉണ്ടായി. ഈ വാക്കേറ്റത്തിനൊടുവിലാണ് മൌസയുടെ ഫോൺ ഇയാൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത്. പിന്നീട് ഈ വീട്ടുകാരിത് അറിഞ്ഞതിൻ്റെ മാനസിക വ്യഥയും ഇയാൾക്ക് കുടുംബവും കുട്ടികളുമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഒരു ആഘാതവും മൌസയ്ക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് രാവിലെ കലോത്സവത്തിലൊക്കെ പോയി കോളേജിൽ നിന്ന ശേഷം ഉച്ചയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ആത്മഹത്യ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. എന്തായാലും കുട്ടികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, സഹപാഠികളായ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഈ യുവാവ് അവിടെ എത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇതിൽ കുറച്ച് വ്യക്തത കൂടി പോലീസിന് വരേണ്ടതുണ്ട്. അതിനുശേഷം ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കാനുള്ള ഒരുക്കത്തിലുമാണ്. എന്തായാലും മൌസയുടെ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം, ഈ തെരയുന്ന യുവാവ് ഒളിവിൽ പോയിരിക്കുന്ന സാഹചര്യം, ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ദുരൂഹതയുണ്ട് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അനീഷ്, ഈ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചതിന്റെ സ്ക്രീൻ റെക്കോർഡ് അയച്ചു കൊടുത്തെന്നും ആ രീതിയിലൊക്കെയുള്ള വാർത്തകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. പക്ഷേ പോലീസിന് ഈ മരണം നടന്ന തൊട്ടു പിന്നാലെ തന്നെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇത്ര ദിവസമായിട്ടും ഇയാളെ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്തതിൽ പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയരില്ലേ? സ്വാഭാവികമായും ഇങ്ങനെ ഒരു കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ് എന്നതിലൊരു വ്യക്തത ഇനിയും വരുന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ? തീർച്ചയായും പോലീസിന് അത് വലിയ നാണക്കേടാവും. കാരണം ഈ സംഭവം നടന്ന അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സഹപാഠികളായ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന കുട്ടികൾ മൊഴി നൽകിയിരുന്നു, ഇങ്ങനെ ഒരു യുവാവുമായി അടുപ്പമുണ്ട്. അതിലുപരി ഈ സ്വകാര്യ വസ്തുക്കൾ തിരഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ, സാധാരണഗതി നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറിയ പങ്കിൻ്റെയും തെളിവുകൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രതികളെ പിടികൂടാൻ പോലീസിനൊക്കെ സഹായിക്കുന്നത് മൊബൈൽ ഫോണാണ്. പക്ഷേ ഇവിടെ ഈ കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ അപ്പാടെ അപ്രത്യക്ഷമാവുന്ന ഒരു സാഹചര്യം, അതാണ് ഏറ്റവും അസ്വാഭാവികമായി അന്ന് തന്നെ തോന്നിയത്. ഒരു കടലാസ് കഷ്ണം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മുറിയിൽ നിന്ന് ലഭിച്ചത്. അത് ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം അമ്മാവിൻ്റെയും ഫോൺ നമ്പറുകൾ അടങ്ങുന്നു. അതായത് താൻ മരണം തിരഞ്ഞെടുക്കാൻ പോകുന്നു, തൻ്റെ കുടുംബത്തെ അറിയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി കരുതിയ ആ കടലാസ് കഷ്ണം മാത്രമാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് ഫോൺ കാണാതായപ്പോൾ തന്നെ അതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ കുട്ടികളിൽ നിന്നും മൊഴി ലഭിച്ചപ്പോൾ തന്നെ ഇയാളുടെ വീട്ടിലേക്ക്
ഇയാളെ അന്വേഷിച്ച് പുറപ്പെട്ടു എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അയാൾ അവിടെ നിന്നും അപ്പോഴേക്കും അപ്രത്യക്ഷനാവുന്നു. ഇക്കാര്യം കുടുംബത്തോട് അറിയിച്ചപ്പോൾ പോലും ഈ അമ്മയുടെ ഭാഗത്തുനിന്നും അനുകൂലമായൊരു നിലപാടല്ല ഉണ്ടായത്. ഒപ്പം ഈ ഭാര്യയുമായി അകന്നു കഴിയുന്നു എന്നൊക്കെ ഈ മൗസയുടെ കുടുംബത്തോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് താനുടൻ വിവാഹമോചിതനാവും, അതിനുശേഷം വിവാഹം കഴിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് ഇയാളുടെ ഭാര്യയുമായി സംസാരിച്ചപ്പോൾ വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായത്. ഇരുവരും തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങളും അവരുടെ വിവാഹ ജീവിതത്തിൽ ഇല്ല, വളരെ സുഖമായി മുന്നോട്ട് പോകുന്ന കുടുംബമാണ് എന്നൊക്കെ പറയുകയും ചെയ്തു. അതായത് മൗസയോട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി കള്ളമാണ്, അല്ലെങ്കിൽ ഒരു അവിവാഹിതനായ ആളെന്ന വ്യാജേനയാണ് എത്തി മൗസയോട് ബന്ധം സ്ഥാപിച്ചത്. അതിനുശേഷം തന്നോട് പോലും പറയാതെ തൻ്റെ കുടുംബത്തിൽ വിളിച്ച് ഇയാൾ വിവാഹിതനാണെന്ന് അറിയിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം, ഈ മൗസയുടെ അച്ഛനോടും മറ്റുമൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങേയറ്റം കുടുംബവുമായി സൗഹാർദ്ദപൂർവ്വം ജീവിച്ചിരുന്ന ഒരാളാണ്. പലവട്ടം വീട്ടിൽ സംസാരിക്കുന്ന കളിതമാശകൾ പോലെയൊക്കെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും അത്തരത്തിലൊന്നുമില്ല എന്ന് ഒഴിഞ്ഞു മാറിയ മൗസയാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ മുഖത്തു നിന്നും ഇക്കാര്യം കുടുംബം കേൾക്കേണ്ടി വന്നതിൻ്റെ ഒരു ആഘാതം വലിയ തോതിൽ ഈ കുട്ടിക്കുണ്ടായിരുന്നു. ഒപ്പം ഒരു ടോക്സിക് ബന്ധമെന്ന രീതിയിൽ തന്നെയാണ് അവസാന ഘട്ടങ്ങളിൽ ഈ മൗസ ഈ തൻ്റെ സുഹൃത്തിനെ കുറിച്ച് സഹപാഠികളോടും മറ്റുമൊക്കെ പറഞ്ഞത്. ഈ കോളേജിന് എതിർവശത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ ഒരു പാർട്ട് ടൈം ജോലി നേടിയിരുന്നു. പക്ഷേ പണത്തിനൊന്നും ആവശ്യമുള്ള കുട്ടിയല്ല, കാരണം വീട്ടിൽ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണ്. പക്ഷേ എങ്കിൽ പോലും എൻഗേജ്ഡ് ആയി നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ ജോലി ചെയ്തത്. ആ ജോലി സ്ഥലത്ത് നിന്ന് പോലും നവംബർ മുതൽ ആ കുട്ടി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. അവിടുത്തെ ജോലി നൽകിയിരുന്ന ആളും അനിയനും അവരൊക്കെ ആയിട്ട് വലിയ സൗഹൃദമായിരുന്നു. അവരൊന്നും വിളിക്കാതിരിക്കുക, മറ്റു ആൺ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ സഹപാഠികളുമായോ പോലും മിണ്ടാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം. ക്ലാസ് വിട്ട് നേരെ റൂമിലേക്ക്, ഈ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന ഇടമാണ്, അവിടേക്ക് കുറച്ച് പെൺകുട്ടികൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ മുറിക്കള്ളിലേക്ക് അടച്ചിട്ട് ഇയാളുമായി ഫോൺ വിളിക്കുന്നത് മാത്രമായി മൗസയുടെ ലോകം ചുരുങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഈ കുട്ടിയെ വരിഞ്ഞു മുറുകി പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഈ പ്രതി എന്ന് കരുതുന്ന ആളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടത്തണമെന്നാണ് തീർച്ചയായും മനീഷ്. ഒരു വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നത് അറിയാതെ, എന്താണ് ആത്മഹത്യയുടെ കാരണമെന്നറിയാതെ ഇരുട്ടിപ്പോവുകയാണ് കുടുംബം. അത് തെളിയേണ്ടത് മൗസയുടെ ഫോണിലായിരിക്കും നിർണായകമായ അതിൻ്റെ തെളിവുകൾ ഉണ്ടാവുക. പക്ഷേ ആ ഫോൺ സഹിതം ഇയാൾ എവിടെ പോയി എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇയാൾ കേരളത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് വലിയ പ്രതിഷേധം സൃഷ്ടിക്കുന്നുണ്ട് അവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരും ബുള്ളറ്റിനുകളിൽ മടങ്ങിയെത്തും.